മാങ്ങാക്കാലം കഴിയുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുറച്ചധികം തേങ്ങയുടെ കൂടെ 2 പച്ചമുളക്, 2 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് കറക്കി ഇതുപോലെ വല്ലാതെ അങ്ങ് അരഞ്ഞു പോകാതെ റെഡിയാക്കി വെക്കണം. ഇനി ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും 4-5 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും 3-4 പച്ചമുളക് നെടുകെ കീറിയതും 10-15 ചുവന്നുള്ളി അല്ലിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് വഴന്നു വരുമ്പോൾ പച്ചമാങ്ങ നീളത്തിൽ അരിഞ്ഞതും അതുപോലെ തയ്യാറാക്കി വെച്ചുള്ള തേങ്ങയുടെ കൂട്ടും ഇനി കഴുകി വൃത്തിയാക്കി വെച്ചുള്ള നെത്തോലിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ആ മീനൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലപോലെ ഇന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇനി കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലെ പുളി മാറ്റി ആ വെള്ളം മാത്രം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് 6-7 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് ആവി കയറ്റി വരുമ്പോൾ അതിൻ്റെ നടുവിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതുപോലെ അങ്ങ് ഒഴിച്ച് മീനെല്ലാം ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച് ഒന്നുകൂടെ ആവി കയറ്റിയെടുത്താൽ നല്ല മാങ്ങയിട്ട നെത്തോലിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാങ്ങാക്കാലം തീരുന്നതിന് മുന്നേ ഉണ്ടാക്കി നോക്കില്ലേ.